السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا بلغة عربي مبين بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في الدورة الثانية من دروس اللغة العربية، في قسم الثاني من دروس اللغة العربية من دورة الثالثة. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനർബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയിലെ 3-ാം സെമസ്റ്റർ 2-ാം ഭാഗത്തിലാണ് നാം ഉള്ളത്. أين وقفنا؟ صفحة رقم 212. 200 212 212 دخل أو يدخل عبد الملك. الآن تأتي وقد انتهى الدرس أو كاد. കാതയുടെ അപൂർണക്രിയ എന്തായിരിക്കും? അപ്പൊ അതൊരു തന്ത്രമാണ്. നമുക്കിവിടെ തന്ത്രമല്ല വേണ്ടത്. അത് നമ്മൾ അൽ ബഖറ പഠിച്ച യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, അതാണ് ഓൾമോസ്റ്റ് എന്ന അർത്ഥം. അതാണ് ഓൾമോസ്റ്റ് എന്നുള്ള അർത്ഥം. കാത യക്കീദു കുതന്ത്രം പ്രയോഗിച്ചു, കാത യക്കാദു ആകുമാറായി. അപ്പോ അബ്ദുൽ മലിക് മറുപടി പറയാണ്, ദഹബത്തു ഇല മുസ്തൗസിഫിൽ ജാമിഅത്തി, ഇല മുസ്തൗസഫിൽ ജാമിഅത്തി. മുസ്തൗസഫ് എന്താണ്? പോളിക്ലിനിക്. മുസ്തൗസഫ് എന്ന് പറഞ്ഞാൽ പോളി തന്നെ ആയിക്കണമെന്നില്ല. പോളിക്ക് വേറെ എന്തെങ്കിലും വാക്കുണ്ടാവും ഡോക്ടറെ. ക്ലിനിക്കാണ് മുസ്തൗസഫ്. എഴുതി കൊടുക്കുന്ന സ്ഥലം എന്നാണ് കേട്ടാ. വസുഫ് എഴുതി കൊടുക്കുന്ന സ്ഥലം മുസ്തൗസഫ്. ചികിത്സിക്കുകയാണെങ്കിൽ അവിടെ കിടത്ത് ചികിത്സിക്കുന്നുണ്ടെങ്കിൽ മുസ്തഷ്ഫ, ശഫ കൊടുക്കുന്ന സ്ഥലം. പോളിക്ക് വേറെ എന്തൊരു വാക്കുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. പോളി എന്ന് പറഞ്ഞാൽ വിവിധ ഇനം ഉണ്ടെന്നുള്ളതാണല്ലോ. എല്ലാ ക്ലിനിക്കും യഥാർത്ഥ പോളി ക്ലിനിക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. വിസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇയാദത്ത്. പോളിക്ക് വേറെ വാക്കുണ്ട്. ഏതെങ്കിലും ബോർഡ് ഓർമ്മയുണ്ടെങ്കിൽ പറയും. ഓക്കെ, അത് ക്ലിനിക്ക് എന്നർത്ഥം, കുറിച്ചു കൊടുക്കുന്ന സ്ഥലം. കുറിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ക്ലിനിക്ക്. മറ്റു സ്ഥലങ്ങൾ മുസ്തഷ്ഫ എന്ന് പറയണമെങ്കിൽ നമ്മളെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ എല്ലാം ഹോസ്പിറ്റൽ എന്ന പേര് അടിച്ചോളെ. അതായത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പേര് വയ്ക്കാനുള്ള ഇതില്ല അവർക്ക്. പേര് വയ്ക്കണമെങ്കിൽ അവിടെ എത്ര മണിക്കൂർ ചുരുങ്ങി ഒരു പരിധിയുണ്ട്. ആ മണിക്കൂറിന് അപ്പുറം കിടത്തണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ പെർമിഷൻ വേറെ വേണം. ഡോക്ടറിന് അറിയാമായിരിക്കും അത്. 24 മണിക്കൂർ വേണ്ടി വരും. 24 മണിക്കൂറാണോ? 24 മണിക്കൂർ കിടത്തിയാൽ ഹോസ്പിറ്റലിന്റെ ഇത് വേണ്ടി വരും. 24 മണിക്കൂർ കിടത്തണമെങ്കിൽ വേണ്ടേ? 24 മണിക്കൂറും വേണ്ടി വരും. അല്ല, 24 മണിക്കൂറും വേണ്ടെന്നുള്ളത്. ഇത്ര മണിക്കൂറിന് ആ പരിധി വിട്ടാൽ അത് ഹോസ്പിറ്റലിന്റെ പെർമിഷൻ വേണം. അല്ലാത്തതിന് ക്ലിനിക്കിന്റെ പെർമിഷൻ ആണ്. ഒരു ഇഞ്ചക്ഷൻ, ഒരു ഡ്രിപ്സ് ഒക്കെ എടുക്കുന്നതിന് അവിടെ എടുത്തിട്ട് വിടാം. അപ്പോ എന്തായാലും ദഹബ്തു ഇല മുസ്തൗസഫിൽ ജാമിഅത്തി,
ഏത് മുസ്തഫയിലാണ് ഞാൻ പോയത്? ജാമിയയുടെ യൂണിവേഴ്സിറ്റിയുടെ ക്ലിനിക്കിലാണ് പോയത് ഞാൻ. യൂണിവേഴ്സിറ്റിയുള്ള ക്ലിനിക്ക് എന്ന അർത്ഥമാണ് കേട്ടോ, അല്ല അവിടെ ആ രോഗത്തിനുള്ള ചികിത്സയൊന്നുമല്ല, ആ ജാമ്യയിലുള്ള ക്ലിനിക്കിൽ പോയി എന്ന്. ഹവ്വലനി അത്തബീബു ഇലൽ മുസ്തഷ്ഫ ഉണ്ടോ? അപ്പൊ ക്ലിനിക്കിൽ പോയി. ഹവ്വലനി, ഹവ്വല എന്താണ്? ഹവ്വല തിരിച്ചു കേട്ടാ. ഹവ്വല എന്ന് പറഞ്ഞാൽ തിരിച്ചു വിട്ടു. ഹവ്വലനി അത്തബീബു, ഡോക്ടർ എന്നെ എന്ത് ചെയ്തു? തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ മടക്കിയെന്നല്ല, എന്നെ ഹവ്വല, ട്രാൻസ്ഫോം ഓർ ട്രാൻസ്ഫർ, എന്നെ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇലൽ മുസ്തഷ്ഫ അൽ ആം. ആം എന്ന് പറയുമ്പോൾ എന്താണ്? ജനറൽ. ജനറൽ, പൊതുവായിട്ടുള്ള എന്നർത്ഥം. ഹവല മാറ്റി നമ്മൾ വേറെ അർത്ഥം പറഞ്ഞിട്ടില്ലല്ലേ ഹവലക്ക്? ഹവ്വലയ്ക്ക് ഏതാണ്? ഹവ്വിൽ എന്ന് പറഞ്ഞാല് മാറ്റുക എന്നുള്ള. അതെ അതെ, ട്രാൻസ്ഫർ. ഹവ്വല അതിന്റെ കൽപ്പനക്രിയയാണ് ഹവ്വിൽ. സബ്ബഹ, സബ്യ, സബ്ബ ഗ്രൂപ്പിലുള്ള സബ്യഹാവും. ഹവ്വലയുടെ ഹവ്വിലാവും. എന്നെ ട്രാൻസ്ഫർ ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഹവ്വല നീ, നൂന് വിക്കായത്ത് യാൽ മുത്തക്കല്ലിമാണ്, മഫ്ഊലുൻ ബിഹി, എന്നെ മാറ്റി. തബീബു, ഡോക്ടർ എന്നെ മാറ്റി, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു. ഇലൽ മുസ്തഷ്ഫൽ ആം, ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു തന്നെ. അൽ മുദരിസ് ലാബസ്, ലാബസ് അലൈക്, ലാബസ് അലൈക്, ലാബസ്, കുഴപ്പമില്ല, ലാബസ് കുഴപ്പമില്ല, പ്രശ്നമില്ല, അലൈക് നോ പ്രോബ്ലം അറ്റ് യു, അപ്പോൺ യു, നിനക്ക് എന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. ലാബസ് തൊഹൂറിൻ ഇൻഷാ അല്ലാഹ്. എന്താണ്? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഈ മുസ്തഷ്ഫയിൽ പോയത് കൊണ്ട് ഒരു സുന്നത്തായ പ്രാർത്ഥനയാണ് ലാബസ് തൊഹൂറിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമല്ലോ. അപ്പൊ ലാബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ പറഞ്ഞാൽ സാരമില്ല, അള്ളാഹ് നിങ്ങൾക്ക് ശരിയാക്കി തരട്ടെ എന്നാണ്. ഇതാണ് ഒരു ഡോക്ടർ എപ്പോഴും പറയേണ്ടത്. അല്ലാതെ നിങ്ങളെയൊക്കെ പേടിപ്പിച്ചതുപോലെ ഇപ്പൊ തന്നെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ലീവിന് പോയ ഡോക്ടറെ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വിളിച്ചിട്ട് നമ്മള് പിന്നെന്ത് ചെയ്യും? ICUയിൽ 3 ദിവസം കിടക്കും. മൂന്നാമത്തെ ദിവസമാണ് ചെയ്യുന്നത്, സർജറി ചെയ്യുന്നത്. അസ്തഅ്ദൻതൽ മുദീർ, അസ്തഅ്ദൻതൽ മുദീർ. അപ്പൊ എന്താ ഇസ്തഅ്ദന? എന്താ ഇവിടെ? മുദാരി മുദാരിന്റെ അവസാനത്തിൽ എങ്ങനെയാണ് അൻതയുടെ താവുന്നത്? ഈ താവുന്നാല് മനസ്സിലാക്കിക്കോളണം, അതെന്താണ്? മാളിയാണ്. താഴത്തേടെ തായാണ്, അത് മാളിയിലേ വരുള്ളൂ. പിന്നെ അതിന്റെ കൂടെ ഹംസ എങ്ങനെ വന്നു? ഇവിടെ ഇസ്തഅ്ദന എന്നതാണ് ഫിഅ്ല് മാളി. ഇസ്തഗ്ഫറ ഗ്രൂപ്പിലുള്ള ഇസ്തഅ്ദന എന്ന ഗ്രൂപ്പാണ്. നമ്മൾ ഇസ്തഗ്ഫറ ഗ്രൂപ്പ് പഠിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇസ്തഗ്ഫറ ഗ്രൂപ്പിലുള്ള ഇസ്തഅ്ദന എന്നതാണ് ഫിഅ്ല് മാളി. അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഹംസത്തുൽ ഇസ്തിഫ്ഹാം. എന്താണ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം? ചോദ്യത്തിന്റെ ഹംസ്. ആ ഹംസും പിന്നെ ഹംസത്തുൽ വസ്ലിന്റെ ഹംസ്, ഹംസത്തുൽ വസ്ലിന്റെ ഹംസ് ചേർത്ത് വായിക്കുമ്പോൾ അങ്ങ് പോകും. അങ്ങനെ ഹംസത്തുൽ വസ്ലിന്റെ ഹംസും ക്വസ്റ്റ്യന്റെ ഹംസും കൂടെ ചേർന്ന് വരുമ്പോ പിന്നെ ആ ഹംസത്തുൽ വസ്ലിന്റെ ഹംസ് എഴുതേണ്ടതില്ല. ഹംസത്തുൽ വസ്ലിന്റെ ഹംസ് എഴുതേണ്ടതില്ല. അങ്ങനെ ഖുർആനിലെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും.
ആദ്യത്തെ ഓർക്കുന്നില്ല, വായിച്ച ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ അതാണ് അസ്തഅ്ദൻത. ഡിഡ് യു ആസ്ക് പെർമിഷൻ ഓർ ഡിഡ് യു റിക്വസ്റ്റ് പെർമിഷൻ? ആരോട്? അൽ മുദീറ. അപ്പൊ അവിടെ മഫ്ഊലുൻ ബിഹി ആയിട്ട് ഉപയോഗിച്ചാൽ മതി. മുദീറിനോട് നീ ചോദിച്ചോ എന്നുള്ളതാണ്. അപ്പൊ നീ മുദീറിനോട്, നീ പ്രിൻസിപ്പലിനോട് പെർമിഷൻ ചോദിച്ചായിരുന്നു? അബ്ദുൽ മലിക് നഅം ഇസ്തഅ്ദൻതുഹു ഖബല الذهاب فأذن لي. ഇസ്തഅ്ദൻതുഹു, അവിടുത്തെ അലിഫ് എന്താണ്? ആ ഹംസത്തുൽ വസ്ൽ മാത്രമാണ്. അതുകൊണ്ട് അവിടെ തുടക്കത്തിന് ബിദായത്തിന് വേണ്ടി മാത്രം കസ്ർ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹംസ പ്രിന്റ് ചെയ്യാത്തത്. ഇസ്തഅ്ദൻതുഹു, I asked him, I requested permission. ഞാൻ അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചിരുന്നു. ഖബല الذهاب, പോകുന്നതിന് മുൻപ്. പോക്കിന് മുമ്പ്, പോകലിന് മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു. الذهاب فأذن لي, അയാൾ എനിക്ക് പെർമിഷൻ തന്നു. അതിന് യറിനുൽ ജറസു, ബെല്ലടിക്കുന്നു. ഫയഖ്റുജുൽ മുദർരിസു, അധ്യാപകൻ പുറപ്പെടുന്നു. വയത്ബഉഹു, യത്ബഉ എന്ന് പറഞ്ഞാൽ എന്താണ്? തബിഅ, പിന്തുടർന്നു. യത്ബഉഹു ഹാമിദുൻ, ഹാമിദ് അദ്ദേഹത്തെ പിന്തുടരുന്നു. വയുസിറു ഇലൈഹി ഹദീസൻ, എന്താ പറയുന്നത്? എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ ത്വഹൂറൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം ത്വഹൂർ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ത്വഹൂർ നല്ലത്, ബെറ്റർ. ലാ ബസ്, കുഴപ്പമില്ല. ത്വഹൂറൻ നല്ലതാകും, ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ നല്ലതാകും. ഇത് ഹദീസാണ്. ഒരാള് അയ്യാദത്തുൽ മരിയബ്, രോഗി സന്ദർശിക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയാണ്. വയുസിറു ഇലൈഹി ഹദീസൻ. സിർ അറിയാമല്ലോ, സിറൻ വ ജഹ്റൻ. സിറൻ വ അലാനിയത്തിനെന്നും പറയും. സിർ രഹസ്യമായത്. അസർ എന്തായി? രഹസ്യമാക്കി. യുസിറു ഇലൈഹി ഹദീസൻ, എന്തോ കാര്യം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തോട് പറയുന്നു, രഹസ്യമായി പറയുന്നു. യാ ഫളീലത്തെ ശൈഖ്, ഉരീദു അൻ അതഹദ്ദസ ഇലൈക് ഫീ മൗളൂഇൻ വലാകിന്നനി അസ്തഹ്യി. എന്താ പറയുന്നത്? യാ ഫളീലത്തെ ശൈഖ്, റെസ്പെക്റ്റഡ് സർ, ഗുരുവര്യ, ഉരീദു അൻ അതഹദ്ദസ, തഹദ്ദസ യതഹദ്ദസു, തദക്കറ ഗ്രൂപ്പ്, തദക്കറ ഗ്രൂപ്പ്. അതഹദ്ദസു, ഉരീദു അൻ അതഹദ്ദസ, ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇലൈക, താങ്കളോട്. ഫി മൗളൂഇൻ, ഒരു കാര്യത്തിൽ, ഞാനൊരു കാര്യത്തിൽ താങ്കളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വലാകിന്നനി അസ്തഹ്യി, പക്ഷേ അസ്തഹ്യി,
ഷെയിം. ഞാൻ എന്ത് ചെയ്യുന്നു? ലജ്ജിക്കുന്നു. ഇസ്തഹ്യ, ഇസ്തഹ്യ, യസ്തഹ്യി, ലജ്ജിക്കുന്നു. അസ്തഹ്യി, ഞാൻ ലജ്ജിക്കുന്നു. ഇസ്തഹ്യ, യസ്തഹ്യി. ഇസ്തഗ്ഫറ, യസ്തഗ്ഫിറുവിന്റെ ഒരു ക്രിയയാണ്. ഇതിലെന്തുണ്ട്? അവസാനം രണ്ടക്ഷരം ദുർബലമായതുണ്ട്. ഇസ്തഹി കഴിഞ്ഞിട്ട് പിന്നെ യാഉം അലിഫും ഉണ്ട്. ഇസ്തഹ്യ, യാഉം അലിഫിട്ടാണ് എഴുതുന്നത് ഇസ്തഹ്യ എന്ന്. പിന്നീട് യസ്തഹ്യി, ഇസ്തഹ്യ, യസ്തഹ്യി, ലജ്ജിക്കുന്നു. ഓക്കെ, മാളി എഴുതുമ്പോൾ അലിഫിട്ട് എഴുതണം. മുളാരി എഴുതുമ്പോൾ യസ്തഹ്യി എന്നാണ് കെസറാണ്, അതുകൊണ്ട് യായിട്ട് തന്നെ എഴുതണം. المدرس قل قل ولا تستحي ولا تستحي. അപ്പൊ ലാ തസ്തഹി എന്ന് പറയുന്നിടത്ത് അവസാനത്തെ അക്ഷരം എത്ര യായുണ്ട് അവിടെ? ഒരു യായേ ഉള്ളു. ഒരു യായേ ഉള്ളു. യാന് എന്തുണ്ട്? കെസറുണ്ട്. അപ്പൊ ചില സമയത്ത് യാന് കെസർ വരും. കാര്യം എന്താ? അമ്രാണ്. ഒരു ദുർബലാക്ഷരം പോയി. ഇസ്തഹ്യ, യസ്തഹ്യി എന്നാണ്. കെസറും ഒരു യായും കൂടെ ഉണ്ട്. യസ്തഹ്യി എന്ന് പറയുന്നിടത്ത് കെസറും ഒരു യായും ഉണ്ട്. ഒരു യാന് കെസറും പിന്നെ ഒരു യായും കൂടെ ഉണ്ട്. അപ്പൊ ദുർബലാക്ഷരമായ ഒരു അവസാനത്തെ യാ പോയി വിരോധക്രിയയില്. പിന്നെ ശേഷിക്കുന്ന യാന് ഏതു ഉള്ള കെസർ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇസ്തഹ്യ, യസ്തഹ്യി. അതാ യഹ്ദിയിലെ യഹ്ദി പോലെ. അപ്പൊ അതിനും മുമ്പുള്ളത് പിന്നും സുക്കൂൻ ആയതുകൊണ്ടാണ് ഈ രണ്ടക്ഷരവും രണ്ടക്ഷരത്തിൽ ഒന്ന് പോയിട്ട് ഒന്ന് അവിടെ നിർത്തുന്നു. മറ്റേടത്തിൽ എന്താണ്? യസ്തഹ്യി എന്ന് പറയുന്നിടത്ത് കെസർ കൊടുത്തിട്ട് ദീർഘം കൊടുക്കുന്നു. ഹാമിദ് അഹ്താജു ഇലാ മബ്ലഗിൻ മിനൽ മാൽ. അഹ്താജു. അപ്പൊ എന്താണ്? അഹ്താജു ഏത് ഗ്രൂപ്പാ? ഇഖ്തലഫ ഗ്രൂപ്പാണ്. ഇഖ്തലഫ ഗ്രൂപ്പ്. അഹ്താജു. അപ്പോ അഹ്താജു എന്ന് പറഞ്ഞാൽ അതിന്റെ മാളി എന്ത് വരും? യഹ്താജ. യഹ്താജ. യഹ്താജ പറയുമ്പോഴത്തേക്ക് ഹംസത്തുൽ വസ്ലാണ്. ഇഖ്തലഫയിലെ ആദ്യത്തെ അക്ഷരം ഹംസത്തുൽ വസ്ലാണ്. അപ്പൊ അതാണ് യഹ്താജ. പക്ഷെ അതിലെന്തുണ്ട്? യഹ്തലഫയിലെ താ കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്. ദുർബലാക്ഷരമാണ്. യഹ്താജ. യഹ്താജ എന്ന് പറയുമ്പോൾ ദുർബലാക്ഷരമായ അലിഫുണ്ട് അവിടെ. പിന്നെ അപൂർണ ക്രിയ യഖ്തലഫ, യഖ്തലിഫു. യഹ്താജ, യഹ്താജു. യഹ്താജ, യഹ്താജു. അപ്പൊ അഹ്താജു, ഐ നീഡ്. ഐ നീഡ്, എനിക്ക് വേണം, എനിക്ക് ആവശ്യമുണ്ട്. ഇതാണ് ഹാജത്ത്. ഹാജത്ത് അറിഞ്ഞൂടെ? ഹാജത്ത് ആവശ്യം. അപ്പൊ അഹ്താജു, എനിക്ക് ആവശ്യമുണ്ട്. ഇലാ മബ്ലഗൻ. അഹ്താജ് വരുമ്പോഴത്തേക്ക് അതിനോട് ഇല വരും. എന്തിലേക്ക് ആവശ്യമുണ്ട്? എമൗണ്ട്. എമൗണ്ട്. മബ്ലഗ്, ഒരു തുക വേണം എനിക്ക്. മിനൽ മാൽ, പണത്തിൽ നിന്നും ഒരു സംഖ്യ വേണം എനിക്ക്. മബ്ലഗ് എന്ന് പറയുമ്പോൾ തുക അല്ലെങ്കിൽ സംഖ്യ. മബ്ലഗ് മിനൽ മാൽ. ഇലാ മബ്ലഗൻ മിനൽ മാൽ. അപ്പൊ അങ്ങനെ ഒരു ഘടന നമ്മൾ ഓർമ്മിച്ചേക്കാം. ഇലാ മബ്ലഗിൻ മാൽ എന്ന് പറയാൻ പറ്റില്ല. ഇലാ മബ്ലഗിൻ മിനൽ മാൽ, അല്ലെങ്കിൽ മബ്ലഗിൽ മാലി എന്ന് പറയാൻ പറ്റില്ല. മബ്ലഗിൻ മിനൽ മാൽ, പണത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പണത്താലുള്ള ഒരു തുക എനിക്ക് വേണം. എനിക്കൊരു സംഖ്യ പണം വേണം. മലയാളത്തിൽ പറയുമ്പോൾ സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ പണം എന്ന അർത്ഥം മനസ്സിലാക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ എനിക്കൊരു സംഖ്യ വേണം എന്ന് പറയും. സംഖ്യ എന്ന് പറഞ്ഞാൽ പണം എന്ന അർത്ഥം വരുന്നില്ല യഥാർത്ഥത്തിൽ. അർത്ഥത്തിലാണ് ഇവിടെ മബ്ലഗും മാലും വേറെ ഉപയോഗിച്ചിട്ടുള്ളത്. അഹ്താജുല മാലിൻ എന്ന് പറയാം, എനിക്ക് കുറച്ച് പണം വേണം എന്നർത്ഥത്തിൽ.
പക്ഷെ എനിക്കൊരു സംഖ്യ പണത്താലുള്ള ഒരു സംഖ്യ വേണം. അപ്പൊ ഈ ഇഖ്തലഫ ഗ്രൂപ്പിലുള്ള ഒരു വാക്കോട് ഉപയോഗിച്ചു എന്നതാണ് പഠിക്കേണ്ടത്. ഇസ്തഖറൽതു, ഇസ്തഖറൽതു. കർള് അറിയാമല്ലോ നമുക്ക്. കർള് മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ. ആ അപ്പൊ അഖറല യുഖ്രിദു എന്ന വാക്കുണ്ട് അവിടെ, പിന്നെ കർള് എന്നുള്ള വാക്കുണ്ട്. അഖറല കടം കൊടുത്തു. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ, ഉത്തമമായ കടം. ഇസ്തഖറൽതു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കടം വാങ്ങി. ഇസ്തഖറൽതു മിൻ സുമലാഅ, മിൻ സുമലാഅ ലി, സുമലാഅ ലി, എന്റെ കൊളീഗ്സിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? ആ ഞാൻ കൊടുത്തുവല്ല, കൊടുത്തു എന്നല്ല. ആ ഇസ്തഖറല, ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ എന്താ? ചോദിച്ചു, ആവശ്യപ്പെട്ടു. അഖറല കടം കൊടുത്തു, കർള് കടം. ഇസ്തഖറൽതു ഞാൻ കടം ആവശ്യപ്പെട്ടു. മിൻ സുമലാഇ, മിൻ വരുമ്പോ നമുക്ക് മനസ്സിലാവും. മിൻ സുമലാഇ, എന്റെ കൊളീഗ്സിനോട് ഞാൻ കടം ആവശ്യപ്പെട്ടു. ഫലം യുഖ്രിദൂനി, ഫലം യുഖ്രിദൂനി, അഖറല യുഖ്രിദൂ. ഫലം യുഖ്രിദൂ, അവർ കടം തന്നില്ല. നീ എനിക്ക്. നീ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നീ നൂന് വിക്കായത്താണ്, പിന്നെ യാഗൻ മുത്തകല്യമാണ്. എനിക്ക്. നമ്മൾ മലയാളത്തിലൊക്കെ മുറിച്ച് മുറിച്ച് പറയുമ്പോ നീ എനിക്ക് എന്നൊക്കെ പറഞ്ഞു മതി. നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? മലയാളത്തിൽ കൊടുക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അത് പരിഭാഷയുടെ പരിമിതിയാണ്. ശരിക്കും യാ ആണ് എന്നെ സൂചിപ്പിക്കുന്ന പദം. എനിക്ക് അവർ കടം തന്നില്ല. ഫഹൽ യുംകിനുനി അൻ അഖ്തരിള മിൻക്, ഇഖ്തറള കടമെടുത്തു, ഇഖ്തറള. അൻ അഖ്തരിള മിൻക്, താങ്കളിൽ നിന്നും എനിക്ക് കടമെടുക്കാൻ പറ്റുമോ? ഫഹൽ യുംകിനുനി. അപ്പൊ യുംകിനു എന്നതിന്റെ ആ ടെൻസ്, യുംകിനു എന്ന വാക്കിന്റെ ടെൻസ് നോക്കേണ്ടതില്ല നമ്മൾ പറഞ്ഞത്. അംകര യുംകിനു എന്നാണ് ചോദിക്കുന്നത്. യുംകിനു, ഈസ് ഇറ്റ് പോസിബിൾ എന്ന അർത്ഥത്തിലാണ്. ഹൽ ആണോ ഉണ്ടോ? ഹൽ യുംകിനു, ഈസ് ഇറ്റ് പോസിബിൾ. യുംകിനു എന്ന വാക്കാണ് പോസിബിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ യുംകിനു നീ, എനിക്ക് പറ്റുമോ? അൻ അഖ്തരിള മിൻക്, താങ്കളിൽ നിന്നും കടം വാങ്ങിക്കാൻ പറ്റുമോ? അൽ മുദരിസ് ഞാൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഹൽ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്ന് മറുപടി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ഹാമിദ്, ജസാക്കല്ലാഹ് ഖൈറൻ. നമ്മൾ ജസാക്കല്ലാഹ് പറയുമ്പം ഖൈറൻ എന്ന് തന്നെ പറയണം. ഒന്നുകിൽ ഖൈറൻ എന്ന് ഫത്തഹ തൻവീനിട്ട് പറയാം, അല്ലെങ്കിൽ ഖൈറാ എന്ന് നീട്ടി പറയണം. കാരണം എന്താ? ജസാക്ക അല്ലാഹു ഖൈറൻ. ഖൈറൻ എന്ന വാക്ക് എന്ത് സ്ഥാനത്താണ് അവിടെ ഉള്ളത്? മഫ്ഊലുൻ ബിഹി സാനി, മഫ്ഊലുൻ ബിഹി സാനി രണ്ടാമത്തെ. സ്ത്രീയോടായാലും പുരുഷനോടായാലും അങ്ങനെ തന്നെയാണ് ഖൈറൻ അല്ലേ? ഖൈറൻ പുരുഷനോടും സ്ത്രീയോടും ഖൈറൻ തന്നെ. പിന്നെ സ്ത്രീയോട് പറയുകയാണെങ്കിൽ ജസാക്കി, ജസാക്കില്ലാഹ, ജസാക്കില്ലാഹ, ജസാക്കില്ലാഹ ലഹു, ജസാക്കില്ലാഹു. ജസാക്കില്ലാഹു. പിന്നെ ഖൈറൻ എന്നത് ജസാ പ്രതിഫലം നൽകി, താങ്കൾക്ക്, അള്ളാഹു ഫായില്, ലഫ്ദുൽ ജലാലത്ത് ഫായില്. ഖൈറൻ എന്താണ് കൊടുത്തത്? എന്താണ് തരേണ്ടത്? നല്ല തരട്ടെ. താങ്കൾക്ക് അള്ളാഹു നല്ലത് പ്രതിഫലം തരട്ടെ, അതാണ്. അപ്പൊ ഖൈറ എന്ന് നീട്ടി പറയണം, അല്ലെങ്കിൽ ഖൈറൻ എന്ന് പറയണം. ജസാക്കല്ലാഹു ഖൈർ എന്നല്ല പറയേണ്ടത്. സആതീക ബഅദ സലാത്തുൽ അസ്ർ, സആതീക്, ഐ വിൽ ഗിവ് യു, ഞാൻ താങ്കൾക്ക് തരാം. ബഅദ സലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ്.
അപ്പൊ ഇവിടെ യഹ്താജ, ഇസ്തഖറള, അതേപോലെ യഖ്തറള, യഖ്തറള, യഖ്തരിളു. യഖ്തറള യഖ്തരിളുവിന്റെയാണ് അഖ്തരിളു, യഖ്തരിളു യഖ്തരിളു, പിന്നെ യഖ്തരിളുവിന് തഖ്തരിളു തഖ്തരിളുവിന് അഖ്തരിളു. ഞാൻ കടമെടുത്തു. المدرس إذن أنتظرك. إذن أنتظرك. എന്താണ് അന്തളിറക്കയുടെ റായിന് നെസ്ബ്? അന്തളിർ എന്ന ഫേൽ എന്താണ് നെസ്ബ് ചെയ്യപ്പെട്ടത്? അമ്രൊക്കെ പോലെ അല്ലേ? എന്ത് അമ്രൊക്കെ പറയുന്ന പോലെ. അമ്ര പറയുന്ന പോലെയാ? അമ്ര എന്താണ് അമ്ര വന്നത്? പ്ലീസ് വെയിറ്റ് എന്നല്ലേ? എന്താ പ്ലീസ് വെയിറ്റ് എന്നാ? പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്? അന്നേരം ഇതൻ അല്ലൻ ഇതൻ കൈ പഠിച്ചില്ലേ നമ്മള്? അല്ലൻ കൈ എന്താ ചെയ്യുന്നത്? അല്ലൻ ഇതൻ കൈ നെസ്ബ്. അപ്പൊ അന്തളിറു എന്നതിന് അന്തളിറാന്ന് വന്നു. പ്ലീസ് വെയിറ്റ് അല്ല, ഞാൻ അന്നേരം നിന്നെ വെയിറ്റ് ചെയ്യാം, നിന്നെ പ്രതീക്ഷിക്കും ഞാൻ. ഇന്തളറ പ്രതീക്ഷിച്ചു. I will wait for you. Then or at that time. അന്നേരം ഞാൻ അന്നേരം നിന്നെ പ്രതീക്ഷിക്കും. ഇന്തളറ എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുന്നു. നല്ലറ നോക്കി, ഇന്തളറ നോക്കിയിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. ഹാമിദ് അൻതല്ലാന ഫീ ബൈതികൽ ജദീദ് അലൈസ കദാലിക. ഹാമിദ് പറയാണ് അൻതല്ലാന ഫീ ബൈതികൽ ജദീദി അലൈസ കദാലിക. Now you are in the new house, isn't it? അലൈസ കദാലിക. അലൈസ കദാലിക, isn't it so? അങ്ങനെയല്ലേ? അലൈസ കദാലിക. ഒരുപാട് വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, കോമൺ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകൾ. പാഠം നമ്മൾ പലപ്രാവശ്യം വായിച്ചു പഠിച്ചാൽ മതി, ആ വാക്കുകളൊക്കെ മനസ്സിലാവും. മീനിങ്സ് സാധാരണ അയച്ചു തരാറില്ലേ സാർ? ഒന്നും അയച്ചിട്ടില്ലല്ലോ. 24 അയച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ 24 അയച്ചില്ല, എന്ത് ചെയ്യണം? 24 പഠിക്കുമ്പോഴാണ് ചോദിക്കേണ്ടത്. ആ ബുക്ക് നമുക്കില്ലല്ലോ. 24ന്റെ നോവൽ അയച്ചു തരും. 24ന്റെ അയച്ചില്ല 24 പഠിക്കുമ്പോഴാണ് ചോദിക്കുന്നത്. 24ന്റെ അയച്ചില്ല ഈ 25 പഠിക്കുമ്പോഴല്ലേ ചോദിക്കുന്നത്. അതെ. ഇപ്പൊ ഞാനിപ്പോ ഈ റിസൾട്ട് പെൻഡിങ് റിസൾട്ടിന്റെ വർക്കിലായിരുന്നു. അങ്ങനെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ കയറുകയാണ്. ഇന്നലെ ക്ലാസ് കഴിഞ്ഞു, നേരെ ഉറങ്ങി. ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നവർ പലരും ഉണ്ടല്ലോ ഇത്. അപ്പൊ അടുത്ത ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അടുത്ത ക്ലാസ്സിന് പോവുകയാണ്. വേറെ ഫ്രീ എന്ന് പറയുന്ന സമയമില്ല, അതുകൊണ്ട് വിട്ടുപോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഗ്രൂപ്പിൽ ഇട്ടാൽ പോലെ ഡയറക്റ്റ് മെസ്സേജ് അയക്കണം. ഓഫീസ് നമ്പറിലേക്ക് വിട്ടാൽ മതി, ഡയറക്റ്റ് മെസ്സേജ് ഇടണം. 23 ഒന്നും അയച്ചിട്ടില്ല. 23, 24 ഇപ്പൊ വീണ്ടും പഴയതിലേക്ക് പോവാണ്. സാധാരണ സാറ് ഇടയ്ക്ക് അയക്കാറുണ്ടായിരുന്നു. ഇടയ്ക്ക് അയക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് നൗഫൽ വിട്ടിട്ടുണ്ടോ കേട്ടോ? ഏത് 23 വരെ വിടും. ഓരോ ലെസൺ വരണേ, ഓരോ ലെസൺ സെപ്പറേറ്റ്. ഇപ്പോൾ താങ്കൾ പുതിയ വീട്ടിലാണ് അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ പ്രസ്താവന പറഞ്ഞതിന് ശേഷമാണ് അലൈസ കദാലിക എന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ? അലൈസ കദാലിക എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ബല എന്ന് പറയുള്ളൂ. ബല, ഓഫ് കോഴ്സ്, തീർച്ചയായും എന്നർത്ഥം. ഹാമിദ് അസാ അൻ തകൂന മുസ്തരീഹൻ ഫീഹി. അപ്പൊ അയാളൊരു പ്രാർത്ഥന കൊടുക്കുക, അസാ അൻ തകൂന മുസ്തരീഹൻ ഫീഹി.
അപ്പൊ ആശാക്ക് രണ്ടർത്ഥം നമ്മൾ പറഞ്ഞല്ലോ പ്രതീക്ഷ. അല്ലേ? എന്റേത് പ്രതീക്ഷ. ആ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആശ അൻ തകൂന മുസ്തരീഹൻ ഫീഹി, താങ്കൾ അതിൽ ഇസ്തിറാഹത്ത് എടുക്കുന്നതായി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്, ദുആയാണ്. നമ്മളാണെങ്കിൽ പറയാ എൻജോയ് ആണല്ലേ, സുഖം തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കും. ഇവിടെ എന്തായാലും എല്ലാം എന്താണ്? പ്രാർത്ഥനകളാണ്, ആശംസകളാണ്. അതാണ് അസാൻ തക്കൂന മുസ്തരീഹൻ ഫീഹി, താങ്കൾ അതിൽ മുസ്തരീഹാണ് എന്ന്. അപ്പൊ ഇസ്തറാഹ എന്ന ഗ്രൂപ്പ് എന്ന ക്രിയ കൂടി പഠിച്ചു. ഇസ്തറാഹ. ഇസ്തിറാഹയുടെ അർത്ഥം എന്താണ്? ഇസ്തറാഹയുടെ അർത്ഥം എന്താ? വെയിറ്റ്. ടേക്ക് റെസ്റ്റ്. റാഹത്ത് എടുത്തു. ഓക്കെ ഓക്കെ. റാഹത്ത് എടുത്തു. റാഹത്ത് എടുത്തു, ഇസ്തറാഹ. അപ്പൊ ഇസ്തറാഹയുടെ പിന്നെ നമ്മളിപ്പം എന്താ പറയാ, ടെന്റിന് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിന് ഇസ്തറാഹ എന്ന് പറയുമല്ലോ. അതെന്താണ് ഇസ്തറാഹ? റെസ്റ്റ് എടുക്കുന്ന സ്ഥലം അല്ലേ? ഇസ്തിറാഹത്ത്. അവിടെ എന്താണ് ഇസ്തിറാഹത്തുൻ. അവിടെ ഒരു തായം കൂടെ ഉണ്ട്. ഇസ്തറാഹ എന്ന ക്രിയ, ആ ക്രിയ അതെടുക്കുന്ന സ്ഥലം, ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന അർത്ഥത്തിൽ ഇസ്തിറാഹ. നമ്മൾ ഇസ്തിറാഹ ഒക്കെ റെന്റ് എടുത്തിട്ട് അവിടെയൊക്കെ ആൾക്കാർ പോയി താമസിക്കുകയും അവിടെ എന്ത് ചെയ്യും, അവിടെ ചിലപ്പം ഫാം ഉണ്ടാകും, അവിടെ കളിക്കാൻ സ്ഥലം ഉണ്ടാവും, അവിടെ ഷെൽട്ടർ ഉണ്ടാവും കുറച്ച്, അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്ത് ചെയ്യും? ഇസ്തിറാഹ എന്ന് പറയും. ഇസ്തിറാഹ തിരക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലും ഇസ്തിറാഹ എന്ന് പറയും. മറ്റേ എന്താണ് ക്രിയായിട്ട് വരുമ്പോ ഇസ്തിറാഹ. ഇസ്തറാഹ യസ്തരീഹു, ഇസ്തറാഹ യസ്തരീഹു, മുസ്തരീഹുൻ. റിലാക്സ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓർ റിലാക്സിംഗ്. المدرس نعم الحمد لله الحمد لله. وبقي التمارين. أجيب الأسئلة الآتية. متى استيقظ زكريا؟ متى استيقظ زكريا من النوم؟ എത്ര മണിക്ക് എഴുന്നേറ്റ അയാള്? സാഗത്തെ താസിയത്ത്. ഇല്ല സാഗത്തെ താസിയത്ത്. ഇല്ല സാഗത്തെ താസിയത്ത് മീൻസ് സാഗത്തെ താസിയത്ത് അല്ലേ? എസ്തൈക്കലു ഇല്ല സാഗത്തെ താസിയത്ത്. എസ്തൈക്കലു. അപ്പൊ ഇസ്തയഖള സാഅത്ത താസിയ. അപ്പൊ ഞാൻ 9 മണിക്ക് അല്ലാതെ ഉണർന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്തയഖള അസ്സാഅത്ത താസിയത. അസ്സാഅത്ത താസിയത സമയം പറയുന്നുണ്ട്. അസ്സാഅത്ത താസിയത. ലിമ തഅഖറ അബ്ദുൽ മലിക് എന്ന് പറഞ്ഞാണ്. ലിമ തഅഖറ ذهب إلى مستوصف. മുസ്തൗസഫ്. എനിക്ക് പറയുമ്പോ സ്വാദാണ്. മുസ്തൗസഫ്. الثاني لا الثاني الثالث. ماذا طلب حامد من المدرس؟ مبلغ من المال. طلب حامد من المدرس مبلغا من المال. അപ്പൊ طلبയുടെ മഫ്ഊലും ബിഹി ആയിട്ട് മബ്ലഗ് വരും. മബ്ലഗൻ മിനൽ മാൽ. ഔ ഇസ്തഖറള എന്ന് പറയാം. ഇവിടെ തൊലബ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. മാതാ തൊലബ? തൊലബ മബ്ലഗൻ മിനൽ മാൽ. മാതാ തൊലബ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ തൊലബ ഉപയോഗിച്ചിട്ടാണ് മറുപടി പറയേണ്ടത്. മാതാ തൊലബ?
മബ്ലഗ മിനൽ മാൽ. തലബ ഖർദൻ എന്ന് പറയാം, പക്ഷെ ഖർദൻ എന്ന് ആ രീതിയിലല്ല ഇത് ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഇസ്തഖറദ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്തഖറദ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടെ തലബ എന്ന വാക്ക് വന്നുകൊണ്ട്. ആ രീതിയിൽ ചോദ്യത്തിന്റെ രീതിയിൽ മറുപടി പറഞ്ഞാൽ മാതാ തലബ എന്ന് വെച്ചാൽ തലബ മബ്ലഗ മിനൽ മാൽ, അല്ലെങ്കിൽ തലബ ഹാമിദൻ മിനൽ മുദരിസി മബ്ലഗ മിനൽ മാൽ എന്ന് പൂർണ്ണമായിട്ട് എഴുതാം. അസാനി അപ്പോ അടുത്ത് ചോദ്യം കഴിഞ്ഞു. അടുത്ത പോയിന്റ് പറയാണ്. മിൻ അബ്വാബിൽ ഫഇലി സുലാസിയിൽ മസീദ് ഫീഹി. അൽ മസീദ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അൽ മസീദ് ഫീഹി എന്നാണ് എന്റെ പൂർണ്ണമായ ഇവിടെ. സുലാസിയിൽ മസീദ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞത് 3+ എന്നാണ് പറഞ്ഞത്. 3 അക്ഷരവും പ്ലസ് ഉള്ളത്, അധികാക്ഷരമുള്ളത്. അധികാക്ഷരമുള്ള ബാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോർ അല്ല, ആ ഗ്രൂപ്പ് എന്ന അർത്ഥമാണ്. ആ ഗ്രൂപ്പ് എന്ന അർത്ഥം പറയാം, അല്ലെ ഇനം എന്ന അർത്ഥം വരും. അതേപോലെ ബാബിന് ചാപ്റ്റർ എന്ന അർത്ഥം വരും. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഹദീസൊക്കെ പറയുമ്പോൾ കിതാബ് ത്വഹാറത്തി ബാബുൽ മിയാഹ് എന്ന് വരും. കിതാബ് ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ത്വഹാറത്തിന്റെ ശുദ്ധിയുടെ ഭാഗം. ഹദീസിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിരിക്കുക ഭാഗങ്ങളായിട്ട്. അപ്പൊ ശുദ്ധിയുടെ ഭാഗം, ആ ശുദ്ധിയുടെ ഭാഗത്തിൽ പിന്നെ എന്ത് ചെയ്യും, ബാബുൽ മിയാഹ്, പിന്നെ അതില് വെള്ളത്തിന്റെ അധ്യായം. അപ്പൊ അവിടെ ബാബ് അധ്യായമാണ്. ഒരു കിതാബിന്റെ ആ ഡിവിഷന്റെ ഉള്ളില് എന്തായി, ചാപ്റ്റർ, ബാബുൽ മിയാഹ്, വെള്ളത്തിന്റെ അധ്യായം. ഇവിടെ എന്താ, ഇവിടെ മിൻ അബ്വാബ് എന്ന് പറയുമ്പോൾ ആ ഇനം എന്നർത്ഥം. മിൻ അബ്വാബിൽ ഫഇലി സുലാസി അൽ മസീദി, 3 അക്ഷരങ്ങളോടൊപ്പം അധികാക്ഷരമുള്ള ക്രിയകളുടെ ഇനത്തിൽപ്പെട്ടതാണ് ബാബു ഇസ്തഫ്അല ബാബ്, അതിൽപ്പെട്ടതാണ്. അതാണ് ഇസ്തഗ്ഫറ എന്ന് നമ്മൾ പറഞ്ഞത്. സീദത്ത് ഫീഹി, സീദത്ത് എന്നുള്ളത് മഅറൂഫ് ആണോ മജ്ഹൂലാണോ? മജ്ഹൂലാണ്. അതിന്റെ മഅറൂഫ് എന്തായിരിക്കും? ജാദ വർദ്ധിച്ചു. കാല പറഞ്ഞു, കീല പറയപ്പെട്ടു. ജാദ വർദ്ധിച്ചു, സീദ വർദ്ധിക്കപ്പെട്ടു. സീദത്ത് ബീഹി, അതിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. സീദത്ത് അതിൽ വർദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ഫി അവലിഹി, അതിന്റെ ആരംഭത്തിൽ ഹംസത്തുൻ വസീനുൻ വതാഉൻ. ഹംസത്തുൻ വസീനുൻ വതാഉൻ. ഹംസത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹംസത്തുൽ വസ്ലാണ്. ഇസ്തഗ്ഫറ, ഇൻഖലബ, ഇസ്തഗ്ഫറ, ഇഖ്തലഫ, ഇൻഖലബ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാം എന്താണ്, ഹംസത്തുൽ വസ്ലാണ്. അപ്പൊ അതില് സീദത്ത് ഫി അവലിഹി ഹംസത്തുൻ വസീനുൻ വതാഉൻ. അപ്പൊ അവിടെ ഇസ്ത് അധികരിച്ചിരിക്കുന്നു. ഹംസത്ത്, ഷീന്, താ. നഹ്വ് ഇസ്തഖ്ബല. ഇസ്തഖ്ബല എന്താ അർത്ഥം? സ്വീകരിച്ചു. ഇസ്തഗ്ഫറ, ഇസ്തമറ. ഇസ്തമറയുടെ അർത്ഥം എന്താ? മറ എന്താ? വീണ്ടും പ്രാവശ്യം. മറത്തുൻ തവണ. മറ മാത്രം പറഞ്ഞാൽ മറത്തുൻ എന്നത് തവണ. മറത്തേന് വീണ്ടും മറത്തുൻ, അവിടെ എല്ലാം തിന്നുണ്ടല്ലോ. മറത്തുൻ എന്ന് പറഞ്ഞാൽ തവണ. മറ മാത്രം, മീമ മറ, നടന്നു. നടന്നു എന്നാണ് അർത്ഥം. പിന്നെ സഞ്ചരിച്ചു എന്ന അർത്ഥത്തിലും പറയാം. ഇസ്തമറ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. നമ്മൾ പറയില്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്, നടക്കുകയും ചെയ്യും ഇരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇസ്തമറ എന്ന് പറഞ്ഞത്, കണ്ടിന്യൂ. ഇസ്തഖ്രിജ് മിന ദർസിൽ അഫ്ആൽ വാരിദത്തി ഫീ മിൻ ഹാദൽ ബാബ്. ഈ ബാബിലുള്ള വാക്കുകളൊക്കെ സെലക്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞു. കുറെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇന്നലെ ഒന്നും നോക്കാൻ ഒരു സമയം കിട്ടിയിട്ടില്ല. ഇസ്തഖ്രിജ്. അപ്പൊ ഇസ്തഖ്റജയുടെ ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഇസ്തഖ്രിജ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തെടുക്കുക, ടേക്ക് ഔട്ട്.
മിനദ്ദർസി അൽ അഫ്ആലിൽ വാരിദത്തി വന്നിട്ടുള്ള ക്രിയകൾ, ഫീഹി ആ ദർസിൽ വന്നിട്ടുള്ള ക്രിയകൾ മിൻ ഹാദൽ ബാബ് ഈ ബാബിൽപ്പെട്ട. നമ്മൾ ഓരോന്നും വായിച്ചപ്പോഴെല്ലാം പറഞ്ഞാണ് പോയത്. അസാലിസ് തഅമ്മലിൽ മിസാൽ ഉദാഹരണം ചിന്തിക്കുക. സുമ്മ ഹാത്തിൽ മുളാരിയ വൽ അംറ വൽ മസ്തറ മിനൽ അഫ്ആലിൽ ആതിയ പറഞ്ഞിരിക്കുന്നതിന്റെ മാളി മുളാരി അമ്രൊക്കെ കൊണ്ടുവരിക. ഉദാഹരണം പോലെ ഇസ്തഖ്ബല യസ്തഖ്ബിലു ഇസ്തഖ്ബിൽ ഇസ്തിഖ്ബാലുൻ. അപ്പൊ ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു യസ്തഗ്ഫിറു ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറുൻ. പിന്നെ ഇസ്തഅദ്ദ. ഇസ്തഅദ്ദയുടെ അർത്ഥം എന്താ? യസ്തഇദ് ഇസ്തഅദ്ദ റെഡി. തയ്യാർ കേട്ടോ. എന്താ? ഇസ്തഅദ്ദ തയ്യാറായി. ഇസ്തഅദ്ദ. ഇസ്തഅദ്ദ തയ്യാറായി. Get ready or to prepare oneself. അതാണ് ഇസ്തഅദ്ദ. അപ്പോ പറഞ്ഞു നോക്കി ഇസ്തഅദ്ദ. ഇസ്തഅദ്ദ യസ്തഇദ്ദു ഇസ്തഇദ് എന്നാണ് ഇസ്തഅദിദ്. എന്താണ് ഇസ്തിഗ്ഫാർ വരുമ്പോൾ ഇസ്തഇദ്ദ ഇസ്തിഅദാദുൻ. ഇസ്തിഅദാദുൻ ഇസ്തിഗ്ഫാറുൻ എന്നല്ലേ വന്നത്? ഇസ്തിഗ്ഫാറുൻ എന്നാ വന്നത്. അപ്പൊ ഇസ്തിഅദാദുൻ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇസ്തഅദ്ദ എന്ന് പറയുമ്പോ ഇസ്തഅദ എന്നാണ്. ഇസ്തഗ്ഫറ എന്നാണല്ലോ ആ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ ഇസ്തഗ്ഫറ പോലെ ആക്കിയാല് ഇസ്തഅദ എന്ന് വരും. ഇസ്തഅദ. അപ്പൊ രണ്ടക്ഷരം ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഇതിന്റെ സുക്കൂൻ അങ്ങോട്ട് സുക്കൂൻ ഇപ്പുറത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തത് അതിന്റെ പത്ത് കൊടുക്കും. ഇസ്തഅദ എന്നാണ് ശരിക്കും എന്റെ രൂപം. അപ്പം ഇസ്തഗ്ഫറ പോലെ ആക്കിയാൽ ഇസ്തിഅദാദുൻ. എന്താണ്? ഇസ്തഇദ് എന്നാണ് ഇസ്തഅദിദ് എന്നാണോ? ഓക്കെ. അമ്ര വരുമ്പോ എന്ത് ചെയ്യാം നമുക്ക്? ഇസ്തഇദാണോ ഇസ്തഅദിദാണോ? അമ്ര വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഷദ് കൊടുത്ത് നിർത്തുകയും ചെയ്യാം, ഷദ് അഴിച്ചു നിർത്താം. ഇസ്തഅദിദ് എന്നും പറയാം, ഇസ്തഅദ്ദ എന്നും പറയാം. ലന്ന യളുന്നു ലുന്ന എന്നാണ് നമ്മൾ പഠിച്ചത്. ലന്ന യളുന്നുവിന്റെ കൽപ്പന എന്താ നമ്മൾ പഠിച്ചത്? ലുന്ന. അതിനെന്താക്കാം നമുക്ക്? ഓന്നുൻ എന്നുമാക്കാം. ഓന്നുൻ എന്നുമാക്കാം. ഇത് നമ്മള് രണ്ട് ഓപ്ഷൻ കൊടുക്കാതെ ഒന്ന് മാത്രം പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് അങ്ങനെ പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചാൽ അങ്ങനെ സംഭവം ഉണ്ടല്ലോ. രണ്ടെണ്ണം കൊടുക്കുമ്പോ പിന്നെ അതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ. അതേപോലെ ഇസ്തഅദ്ദ എന്നുള്ളത് എന്ത് ചെയ്യാം? പിന്നെ ഇസ്തഅദ്ദ എന്ന അതേ മാറി പോലെ തന്നെ പറയാം. അത് നമ്മൾ ഏതോ ഒരു ക്രിയ അങ്ങനെ പഠിച്ചല്ലോ, മാറി പോലെ തന്നെ വരുമായിരുന്നു. ഇസ്തഇദ് എന്നല്ല അല്ലെ? ഇസ്തഇദ് എന്നല്ല വരാ. സുക്കൂൻ വരില്ല. സുക്കൂൻ വരില്ല. ഇസ്തഅദ്ദ യസ്തഇദ്ദു. ഇസ്തഇദ്ദ അംറിന് ഇസ്തഇദ് എന്ന് വരില്ല. വരാത്ത എന്തുകൊണ്ടാണ്? ഷദ്ദിന്റെ സുക്കൂൻ വരൂല. ഷദ്ദിന്റെ പുറത്ത് സുക്കൂൻ വന്നാൽ എന്താ അർത്ഥം? ഷദ്ദിന്റെ പുറത്ത് സുക്കൂൻ വന്നാൽ എന്താ അർത്ഥം? രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നല്ലേ? രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നതാണ്. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരൂല. പക്ഷേ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറയും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്നാണ്. തബ്ബ എന്നാണ് ഫിഅൽ അവിടെ ഉള്ളത്. നമ്മൾ എന്ത് പറയും? നിർത്തുമ്പോൾ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അതെന്താണ്? വഖഫിന്റെ നിയമമാണ്. പക്ഷെ ഗ്രാമറ്റിക്കലി എന്തല്ല, അത് ഒറിജിനലി എന്ത് ചെയ്യുന്നില്ല, അവിടെ സുക്കൂൻ വരുന്നില്ല. ഒറിജിനലി സുക്കൂൻ വരുത്താൻ പറ്റില്ല. കാരണം
ഓൾറെഡി എന്താണ് ഒന്നാമത്തേന് സുക്കൂൻ ഒന്നാമത്തേന് സുക്കൂനാണ്. രണ്ടക്ഷരം ഒരുമിച്ച് വന്നാൽ ഒന്നാമത്തേന് സുക്കൂനാണ്. ഇപ്പൊ രണ്ടാമത്തേനും സുക്കൂൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ അടയാളം 10 കൊടുത്തിട്ടാണ് നിർത്തുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറെ ക്രിയകൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ ഇസ്തഇദ്ദ അല്ലെങ്കിൽ ഇസ്തഅദീദ്. അപ്പം എങ്ങനെയാണോ മുദാരി വരുന്നത് അതേപോലെ പറഞ്ഞിട്ട് ശ്രദ്ധയോടെ നിർത്തിയാൽ മതി. ഇസ്തഅദ്ദ യസ്തഇദ്ദു എന്നാണ് വരുന്നത്. അപ്പോ ഇസ്തഇദ്ദ അല്ലെങ്കിൽ ഇസ്തഅദീദ്. അതാത് വരുമ്പോൾ ഇസ്തഇദാദുൻ ഇസ്തഇദാദുൻ. ഓക്കെ, ഇസ്തഇദാദുൻ. പിന്നെ ഇസ്തൽഖ. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഡിപ്ലോമയുടെ എടുത്ത് നോക്കിയാൽ ആ ക്രിയകളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിനൊക്കെ നമ്മൾ ഇനം തിരിച്ചിട്ട് ആദ്യം ദുർബലാക്ഷരങ്ങളൊന്നും ഇല്ലാത്തതും പിന്നെ ദുർബലാക്ഷരങ്ങളുള്ളതും പ്രത്യേകതയുള്ളതും ആയ ക്രിയകൾ ഘട്ടം ഘട്ടമായിട്ട് വന്നിട്ട് ആണ് നമ്മൾ ഫൈനലിൽ വന്നിട്ട് കുറെ അധികം ക്രിയകളൊക്കെ അങ്ങനെ പഠിക്കുന്നത്. എല്ലാം നമ്മൾ പ്രത്യേകം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പ് പുസ്തകത്തിൽ നമ്മൾ അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ആവർത്തനത്തിന്റെ എണ്ണം വെച്ചിട്ടാണ്, എത്ര എണ്ണം വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ 8 സെമസ്റ്ററിൽ ഡിവൈഡ് ചെയ്തപ്പോൾ അതിനൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായി തിരിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതില് ഇസ്തഗ്ഫറ എന്നത് ദുർബലാക്ഷരം ഇല്ലാത്തതാണ്. ഇസ്തഅദ്ദ എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ളതാണ്. അപ്പം ഇസ്തഇദ്ദ എന്ന കൽപ്പനക്രിയ വരുന്നു. പിന്നെ ഇസ്തഇദാദുൻ എന്ന ക്രിയാധാതുവിന്റെ രൂപം വന്നപ്പോൾ കെട്ടടിച്ചു. അതേപോലെ ഇസ്തൽഖ യസ്തൽഖി. എന്തായാലും നമ്മൾ പറഞ്ഞത് ഇസ്തൽഖ പറഞ്ഞിരുന്നിട്ട് നമ്മള് പുറകുവശം ചേർന്ന് കിടക്കുക. എന്താ ലൈ ഓൺ ബാക്ക്, ലൈ ഡൗൺ ഓൺ ബാക്ക്. തല വെച്ചുറങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ? അതെ അതെ. അപ്പൊ ഇസ്തൽഖ വരുമ്പോ എങ്ങനെ വരും കൽപ്പന? ദുർബലാക്ഷരം കളയണം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള വഴിക്ക് വന്നുകൊണ്ടാണ്. അപ്പൊ ഈ ഹദാ യഹദിയില് ദുർബലാക്ഷരം പോയതുപോലെ യഹദി വരുന്നത് പോലെ ഇസ്തൽഖി. പിന്നെ അതിന്റെ ക്രിയാധാതു എങ്ങനെ വരും? അവിടെ ഹംസ വരുന്നത് എങ്ങനെയാണ്? എന്ന് വന്നു. അതേപോലെ എന്നതുപോലെ സ്വീകരിക്കില്ല അല്ലെ തൻവീൻ. അതുകൊണ്ടല്ല. അതാ യഹ്ദി വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാ വന്നത്? വന്നിടത്ത് എങ്ങനെ വന്നത്? ദുആഉൻ പോലെയാണ്. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ വേറൊരു ക്രിയ എടുത്തിട്ട് അതേപോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെയാണ്. അപ്പൊ നമുക്ക് അതേപോലെ വരുന്ന വേറൊരു ക്രിയയും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇസ്തറാഹ യസ്തരിഹു, ഇസ്തിറാഹത്തുൻ. ഇസ്തറാഹ യസ്തരിഹു, ഇസ്തറാഹ യസ്തരിഹു, ഇസ്തിറാഹത്തുൻ. അതിനാണ് നമ്മൾ ഇസ്തരി എന്ന് പറയുന്നത്. ടേക്ക് റെസ്റ്റ് എന്നാണ് അതിന്റെ ശരിക്കും മീനിങ്. നമ്മൾ പ്ലീസ് വെയിറ്റ് എന്ന അർത്ഥത്തിലാണ് ഇസ്തരഹ്. അവിടെ നമ്മൾ ഇജ്ലിസ് എന്ന് പറയുന്നത് എന്താണ്? ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഡൗൺ എന്നാണ്. ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഡൗൺ.
അപ്പൊ സിറ്റ് ഡൗൺ നമ്മൾ ഒരു ഗസ്റ്റ് വന്നാൽ സിറ്റ് ഡൗൺ എന്ന് പറയാൻ ഒന്നിരിക്കല്ലേ എന്ന് പറയും. ആ അർത്ഥത്തിലാണ് ഇസ്തറാഹ റെസ്റ്റ് എടുക്കൂ, ഇസ്തിറാഹത്തുൻ റെസ്റ്റ് എടുക്കൽ. അതേ അർത്ഥമാണ് എന്ത് ചെയ്യുന്നത്, ഇസ്തറാഹ നമ്മൾ റെന്റ് എടുക്കുന്ന ഇസ്തറാഹയും. പിന്നെ അതേപോലെ ഇസ്തഖാല, യസ്തഖീലു ഇസ്തഖാല എന്താ പറഞ്ഞത്? ഇസ്തഖാല എന്നാണ് റിസൈൻ ചെയ്യുന്നു. ഇസ്തഖാല ടു റിസൈൻ. റിസൈൻ. ഇസ്തഖാല ഇസ്തഖീലു. ബന്ധുവിനെ ക്രിയാധാതു ഇസ്തിഖാലുൻ. അപ്പൊ ഇവിടെ ഇസ്തറാഹത്തിൻ പറഞ്ഞതുപോലെയാണ്. കാരണം എന്താ, ഇവിടെ അലിഫ് ദുർബലാക്ഷരമായ അലിഫാണ്. ഇസ്തറാഹ ഇസ്തഗ്ഫറയിലുള്ള അലിഫ് അല്ലാതെ, ഇസ്തഗ്ഫറ ഗ്രൂപ്പില് അവിടെ അലിഫില്ല. ഹംസത്തുൽ വസ്ലും സീനും തായുമാണ് അതിൽ അധികമായി വരുന്നത്. ഇപ്പൊ ഇടയിൽ വരുന്ന അലിഫ് എന്താണ്, ദുർബലാക്ഷരമായ അലിഫാണ്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ജാഹദി വിജാഹിദ് പോലെയല്ല. ജാഹദിയിലുള്ള അലിഫ് എന്ന് പറയുന്നത് ആ മൂന്നക്ഷരത്തിലും ഇടയിലുള്ള അലിഫ് അധികമായി വരുന്നതാണ്. ആ ഗ്രൂപ്പിലുള്ള അലിഫാണ് ജാഹദിയിൽ. അതേസമയം ഇസ്തറാഹയില് എന്തല്ല, ഇസ്തറാഹയുടെ ഒറിജിനൽ ഗ്രൂപ്പ് ഇസ്തഗ്ഫറയാണ്. അപ്പൊ ആ അലിഫ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിൽ മാറ്റം വരും. ഇസ്തറാഹ യസ്തരീഹു. അപ്പൊ അതേപോലെ ഇസ്തഖാല യസ്തഖീലു. പിന്നെ എന്ത് വരണം, ഇസ്തിറാഹത്തും പോലെ ഇസ്തരഹ് എന്ന് പറഞ്ഞതുപോലെ ഇസ്തഖിൽ. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം. ഇസ്തരഹ് എന്ന് പറഞ്ഞത് ഇടയിൽ ദുർബലാക്ഷരമായ അലിഫ് വരുമ്പോൾ അവസാനത്തിൽ സുക്കൂൻ കൊടുത്താൽ തൊട്ടു മുമ്പുള്ള സുക്കൂനുള്ള അക്ഷരമായ ദീർഘാക്ഷരം കളയണം. അതേപോലെ ഇസ്തഖിൽ. പിന്നെ ഇസ്തിഖാലത്തുൻ, ഇസ്തിറാഹത്തുൻ പോലെ ഇസ്തിഖാലത്തുൻ. അതേപോലെ ഇസ്തഫാദ. ഇസ്തഫാദ എന്താ അർത്ഥം? ബെനിഫിറ്റ്. എന്താ പറഞ്ഞ ആദ്യത്തെ വാക്ക്? ടു ടേക്ക് അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ് എടുക്കുക. ഇസ്തഫാദ ഫായിദ എടുക്കുക. ഇസ്തഫാദ യസ്തഫീദു. പിന്നെ ഇസ്തഫിദ്. പിന്നെന്താ, ഇസ്തിഫാദത്തുൻ പ്രയോജനമെടുക്കൽ. ഫായിദ പ്രയോജനം, ഇസ്തിഫാദത്തുൻ പ്രയോജനമെടുക്കൽ. ഓക്കെ. അടുത്തത് അയ്യിൻ മിനൽ ഫിൽ അംസിലത്തിൽ ആതിയത്തി. അയ്യിൻ ഫിൽ അംസിലത്തിൽ ആതിയത്തി ഇസ്തഫഅല ബി മുഷ്തഖാതിഹി. പിന്നെ അതിന്റെ ഇസ്തിഖാത്തോടു കൂടി. ബി മുഷ്തഖാത്ത്. മുഷ്തഖാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിരിഞ്ഞുണ്ടാകുന്ന ഇനങ്ങൾ എന്നർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇനങ്ങളാണ് ഈ പറഞ്ഞത്. ഇസ്തിഖാത്ത് ഇവിടെ പറഞ്ഞ ഇനങ്ങൾ മുദാരി, അംറ്, മസ്തർ, ഇത് പറയാം. ഈ മുഷ്തഖാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ 21 രൂപങ്ങളും എന്നും അറിയാം. പക്ഷെ ഇവിടെ ഈ 4 ഇവിടെ എടുത്തു പറഞ്ഞത്. അതേപോലെ അസ്തഹിമ്മു കുല്ല സബാഹിൻ. ഇസ്തഹമ്മ, ഇസ്തഹമ്മ എന്ന് പറഞ്ഞാൽ ഹമ്മാം ഉപയോഗിച്ചു. ഹമ്മാം എന്താ? ടോയ്ലറ്റ്, ബാത്റൂം. ഹമ്മാം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് അല്ല. നമ്മളെ കുഴപ്പമാണ്, നമ്മുടെ നാട്ടിലെ ടോയ്ലറ്റും ബാത്റൂമും ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പൊ ഇസ്തഹമ്മ എന്ന് പറഞ്ഞാൽ ടേക്ക് ഷവർ ഓർ ഷവർ, കുളിച്ചു.
അസ്തഹിമ്മു കുല്ല സബാഹിൻ എന്താ അർത്ഥം? എല്ലാ ദിവസവും രാവിലെ ഞാൻ കുളിക്കുന്നു. ആ. അപ്പൊ ഇസ്തഹമ്മയുടെ രൂപഭേദങ്ങൾ പറഞ്ഞ് ഇസ്തഹമ്മ, ഇസ്തഹിമു, ഇസ്തഹിമ്മു, ഇസ്തഹിമു, കൽപ്പന. ഇസ്തഹിം ഇസ്തഹിം, കൽപ്പന പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാം, അടയാളം കൊടുത്ത് പറയും. ഇസ്തഹിം എന്നല്ലേ? ഇസ്തഹിമ്മ, ഓ ഇസ്തഹിമ്മ. ഇസ്തഹിമ്മ അല്ലെങ്കിൽ ഇസ്തഹമീം എന്നും പറയാം, ഇസ്തഹിം. എന്നും പറയാം. ഇവിടെ ഗേഡിൽ കൊടുത്തിരിക്കുന്ന ഷെഡ് കൊടുത്തിട്ടാണ് ഗേഡിൽ കൊടുത്തിരിക്കുന്നത്. ഇസ്തഹമ്മ, ഇസ്തഹിമ്മു, ഇസ്തഹിമ്മ. പിന്നെ ക്രിയാധാതു ഇസ്തിഹ്മാമുൻ, ഇസ്തിഹ്മാമുൻ. അടുത്തത് ഇസ്തഅജർതു ഹാദിഹി ശഖത ബി 15,000 റിയാലിൻ. ഇസ്തഅജർതു എന്താ അർത്ഥം? ഇസ്തഅജർതു, ഇസ്തഅജർതുന്റെ അർത്ഥം എന്താ? ഭയങ്കര പുതിയ വാക്കായ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ സൂറത്തുൽ ഖസസ് ഒന്നും വായിച്ചിട്ടില്ല? സൂറത്തുൽ ഖസസ് വായിച്ചിട്ടുണ്ടോ? വാടകയ്ക്ക് റെന്റിന് കൊടുക്കണം. സൂറത്തുൽ ഖസസ് വായിച്ചിട്ടുണ്ടോ? റെന്റിന് കൊടുത്ത ആളെന്താ ലേറ്റ് ആയിരുന്നു? അതെ, അത് നിസ്കാരം ഇവിടെ ബാങ്ക് വിളിക്കണ ലേറ്റ് ആയിട്ടാ, അതുകൊണ്ട്. ഇപ്പൊ 1 മണിക്കൂറായല്ലോ. ഇല്ല, ഞാൻ കുറച്ചു നേരം വന്നിട്ട്, അരമണിക്കൂറായി വന്നിട്ട്. അപ്പൊ എന്തായാലും മിനിറ്റാണ്, എന്നാലും നിങ്ങൾ വന്നെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ ഫോട്ടോ ഒന്നും കാണുന്നില്ല, എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ശരി, അപ്പൊ എന്താണ് ഇസ്തഅജർതു? സൂറത്തുൽ ഖസസ് വായിച്ചായിരുന്നോ? ആ, യാ അബതി ഇസ്തഅജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. അപ്പൊ എന്ത് ചെയ്യണം? ഇസ്തഅജറ എന്ന് പറഞ്ഞാൽ റെന്റ് കൊടുത്തു എന്നല്ല, ഇസ്തഅജറ എന്ന് പറഞ്ഞാൽ റെന്റ് എടുത്തു, റെന്റിന് എടുത്തു. അപ്പൊ ഇസ്തഅജർ അവിടെ സൂറത്തുൽ ഖസസ് പറഞ്ഞ് യാ അബതി ഇസ്തഅജിർഹു, ഖാലത്ത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർഹു, അദ്ദേഹത്തെ കൂലിക്ക് വെക്കൂ. അവിടെ പിന്നെ വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിലേക്ക് പോകണ്ട നമ്മള്. ഇവിടെ എന്താണ്? ഇസ്തഅജർതു, ഞാൻ റെന്റ് എടുത്തു. ഹാദിഹി ശഖത, ശഖത്ത് എന്താ? ശഖത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ് എന്ന അർത്ഥമാണ് ശരിക്കുള്ളത്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയതാണ്. ശഖത്ത് എന്ന് പറഞ്ഞാൽ മുറിച്ചത് എന്നർത്ഥം. അപ്പോ അപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ചെയ്തതെന്നർത്ഥം. ശഖത്ത് ഒരു മുറി, നമ്മളെ ഉറഫത്ത് എന്നുള്ള മുറിയല്ല ശഖത്തിന്റെ അർത്ഥം. ശഖത്ത് എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ്. ഹാദിഹി ശഖത്ത്, ഹാദിഹി ഇസ്തഅജർതു ഹാദിഹി ശഖ, തീയാണോ തായാണോ? എന്ത് ചെയ്യണം? അലിഫ് ഉള്ളതിൽ ഹാദിഹി മാറ്റിയിട്ട് നോക്കണം. ഹാദി മാറ്റിയത് എന്ത് വരും? ഇസ്തഅജർതു, ഞാൻ റെന്റ് എടുത്തു. എന്തിന്? അശഖത്ത, അലിഫ് ഉള്ളതുകൊണ്ട് തെൻ വരൂല, ശഖത്ത. അപ്പൊ ഹാദിഹി ശഖത, ഞാൻ ഈ ഫ്ലാറ്റ് റെന്റ് എടുത്തു. ബി 15,000 റിയാലിൻ, 15,000 റിയാൽ. കഴിഞ്ഞ പ്രാവശ്യം സമയമായെന്ന് പറഞ്ഞവർ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ സമയമായെന്ന് പറയാത്തത്. അപ്പൊ നമുക്ക് അവിടെ നിർത്താം, എല്ലാം വായിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഇസ്തഅജറ, യസ്തഅജിറു, ഇസ്തഅജിർ അവിടെ ഉണ്ട്, ഖസസിലുണ്ട്. പിന്നെ അതിന്റെ മാമിയുണ്ട്, ഇന്ന ഖൈറ മൻ ഇസ്തഅജർത. ഇസ്തഅജറ, യസ്തഅജിറു, ഇസ്തിജാറുൻ, ഇസ്തിജാറുൻ. മുറിച്ചുള്ള ഷക്ക എന്ന് പറഞ്ഞാൽ ഷക്ക എന്നാണ്, മുറിച്ചു എന്നുള്ള. അതെ, ഷക്ക എന്ന് പറഞ്ഞാൽ ഷക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു പിളർപ്പ് എന്നാണ്. ഷക്ക, ഷക്കത്തിന് പിളർപ്പ്. അപ്പൊ ചക്കയൊക്കെ വെട്ടിയെടുക്കണമെങ്കിൽ പിളർന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കും ചക്ക എന്ന് പറയുന്നത്. ആ ചക്കയ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി നിങ്ങള്, പലതരം ചക്കകളുണ്ടല്ലോ, ചക്കയൊക്കെ എന്തായാലും പിളർന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തുറന്നിട്ടെടുക്കുന്നു, തുറന്ന് തൊലിച്ചിട്ട് മാങ്ങയ്ക്ക് ചക്ക എന്ന് പറയില്ലല്ലോ. അല്ല, അതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടല്ലോ ചക്ക, ഇപ്പം പിളർക്കാതെ.
പിളർക്കാതെ ചക്ക എടുക്കാം. പിളർക്കാതെ ഇങ്ങനെ ഇങ്ങനെ അത് തൊലിച്ചിട്ട് എടുക്കുക. പഴുത്താലല്ലേ പറ്റുള്ളൂ. അത് വേറെ ഏതോ സ്ഥലത്തുള്ള ചക്കയാ നല്ല. നമ്മുടെ സ്ഥലത്ത് എല്ലാ ചക്കയുണ്ട്, നമ്മൾ നോക്കി ഇത് വളർത്താത്തോണ്ടാ. വേറെ തന്നെ, നമുക്ക് അങ്ങനെ തുറന്നെടുക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലം പിളർന്നിരിക്കട്ടെ. ഉം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേർന്ന് സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നന്നായി പഠിക്കാനും ആഴത്തിൽ പഠിക്കാനും ഖുർആൻ ഗ്രഹിക്കാനും അറബി ഭാഷയിലെ വിശാലമായ വിജ്ഞാനീയങ്ങളിലേക്ക് കടന്നു കയറാനും അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.